ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രത്യേക പ്രാർത്ഥനകൾ നിരവധി ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആശംസകൾ കൈമാറിയും നമസ്കാരത്തിൽ പങ്കെടുത്തും വിശ്വാസ സമൂഹം ബലിപെരുന്നാളിനെ വരവേറ്റു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമിഅല്ലാഹു ലിമൻ ഹമിദ. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി സ്നേഹാശംസകൾ പങ്കുവച്ച് വിശ്വാസി സമൂഹം ബലിപെരുന്നാളിന് വരവേറ്റു. തിരുവനന്തപുരം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു ഈദ്ഗാഹ്. പഹൽഗാം ഭീകരാക്രമണം പൈശാചികമായിരുന്നുവെന്ന് ബലിപെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയൊരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അതിലടക്കമുള്ള ഈ 26 രക്തസാക്ഷികളും. ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തെയും പാളയം ഇമാം അപലപിച്ചു. കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. എറണാകുളം തൃക്കാക്കരയിലെ ഈദ്ഗാഹിൽ അറഫ മസ്ജിദ് ഖത്തീബ് ഇസ്ഹാഖ് ഹസാരി പ്രാർത്ഥനാ ചടങ്ങിന് നേതൃത്വം നൽകി. രാജ്യത്തിനു വേണ്ടി ജനങ്ങൾ ത്യാഗവും ക്ഷമയും ഉള്ളവരാകണമെന്ന് 24ലൂടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരും ക്ഷമാശീലരും ആവണം എന്നാണ് പഠിപ്പിക്കുന്നത്. നോവു പടർത്തുന്ന ഓർമ്മകൾ പേറിയാണ് വയനാട് മുണ്ടക്കയിലെ ബലിപെരുന്നാൾ പ്രാർത്ഥനകൾ. ഉരുൾപൊട്ടലിൽ തകർന്ന പള്ളിയോട് ചേർന്നുള്ള മദ്രസ ഹാളിലായിരുന്നു പ്രത്യേക പ്രാർത്ഥന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.